2023 ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായ കൊല്ലപ്പെട്ട ഹമാസ് ഗാസ മേധാവി യഹ്യ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടാണ് സ്ഥിരീകരിച്ചത്. במלחמות ישראל מעולם לא היו הישגים רבים כל כך בחזיתות רבות כל כך. ואני רוצה להזכיר לכם שבבוקר ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഹമാസിന്റെയും ഹെസ്ബൊള്ളയുടെയും നേതൃനിരയെ ഇല്ലാതാക്കിയ രീതി എക്കാലവും വാഴ്ത്തപ്പെടുന്ന ഇസ്രയേലി യുദ്ധതന്ത്ര മികവിന്റെ വർത്തമാനകാല സാക്ഷ്യങ്ങളായിരുന്നു. ഗാസയിലെ ഹമാസ് മേധാവി മുഹമ്മദ് സിൻവാറിന്റെ വധത്തിലും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന അളന്നു മുറിച്ച ഇസ്രയേലി ശൈലിയുടെ മുഖമുദ്രയുണ്ട്. മുഹമ്മദ് സിൻവാറിന് പറ്റിയ ചെറിയൊരു പിഴവാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള സുവർണാവസരമായി ഇസ്രയേൽ സൈന്യം ഉപയോഗിച്ചത്. ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുന്ന ഹമാസിന്റെ എല്ലാ നേതാക്കളും എന്നതുപോലെ മുഹമ്മദ് സിൻവാറും IDFന്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ ഒരു കവചം പോലെ മുഹമ്മദ് സിൻവാറെ രക്ഷിച്ചു നിർത്തിയിരുന്ന ഒന്നുണ്ടായിരുന്നു: ഹോസ്റ്റേജ് ബെൽറ്റ്. ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രയേലികളെ ഒരു കവചം പോലെ ഒപ്പം നിർത്തിയാണ് മുഹമ്മദ് സിൻവാർ തൻ്റെ തലയ്ക്കു മുകളിൽ സദാസമയവും നിന്നിരുന്ന ഇസ്രയേലി ആക്രമണത്തെ അകറ്റി നിർത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ മെയ് 13 ആ കവചം മുഹമ്മദ് സിൻവാറിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഖാൻ യൂനിസിലെ ഒരു തുരങ്കത്തിൽ വെച്ച് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെടുന്നത്. തൻ്റെ സഹോദരനായ യഹ്യ സിൻവാറിൻ്റെ വധത്തോടെ അതീവ ജാഗ്രത പുലർത്തിയിരുന്ന മുഹമ്മദ് സിൻവാർ സദാസമയവും ബന്ദികളുടെ സാമീപ്യത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ഏറെക്കാലമായി നിരീക്ഷിച്ചിരുന്ന ഇസ്രയേലിന് കൃത്യം നടപ്പാക്കാനുള്ള അവസരം ലഭ്യമായിരുന്നില്ല. പക്ഷേ മെയ് 13 മുഹമ്മദ് സിൻവാർ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ റഫ ബ്രിഗേഡിന്റെ കമാൻഡറുമായി കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെട്ടത് ബന്ദികളുടെ സാമീപ്യമില്ലാതെയാണ്, അതായത് ഹോസ്റ്റേജ് ബെൽറ്റ് ഇല്ലാതെ. അതിശക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തിന് പിന്നാലെ ആക്രമിക്കാനുള്ള ഗ്രീൻ സിഗ്നൽ ഇസ്രയേലി എയർഫോഴ്സിന് ലഭിച്ചു. യൂറോപ്യൻ ഹോസ്പിറ്റലിന് താഴെ ഭൂഗർഭ കേന്ദ്രം ലക്ഷ്യമാക്കി ആക്രമണമുണ്ടായി. 16 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ മുഹമ്മദ് സിൻവാർ ഉണ്ടോ എന്നതിൽ ആദ്യം സ്ഥിരീകരണമുണ്ടായിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞാണ് മുഹമ്മദ് സിൻവാറിന്റെ ശരീരം IDF തുരങ്കത്തിൽ നിന്ന് കണ്ടെടുക്കുന്നത്. യുദ്ധം തീർന്നാൽ ശരിയായ ശവസംസ്കാരത്തിനായി വിട്ടുനൽകാൻ കഴിയും വിധം മുഹമ്മദ് സിൻവാറിന്റെ മൃതദേഹം മറ്റൊരു തുരങ്കത്തിൽ താൽക്കാലികമായി അടക്കം ചെയ്തിരിക്കുകയാണ്. യഹ്യ സിൻവാറിനെ ഇസ്രയേലി സൈന്യം കൊലപ്പെടുത്തിയതിനു ശേഷം ഗാസ മുനമ്പിൽ ഹമാസിന്റെ നേതൃത്വം മുഹമ്മദ് സിൻവാറിനായിരുന്നു. ബന്ദി കൈമാറ്റ ചർച്ചകളിൽ കടുംപിടുത്തക്കാരനായ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കിയത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിർണായക നേട്ടമാണ്.